ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബനാന ജാര് കേരള സ്റ്റൈൽ എഗ് കറി. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 7 മുട്ട എടുത്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 अंडा लेके ബോയിൽ करके रखा है. अभी 6 प्याज दिया है. 6 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. रंडाइट आकिട്ടുണ്ട്. 2 पीस कर दिया है. बीच में और 1 पीस करके देखिए पतला पतला काट दीजिएगा. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. ഈ കടായി रखा है, अच्छे से गर्म हो गया. अभी 2 टेबलस्पून कोकोनट ऑयल डाल दें. 2 स्पून വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 टेबलस्पून कोकोनट ऑयल डाला है. रिफाइंड ऑयल से भी अच्छा है बनाने से. എണ്ണ ചൂടായി കഴിഞ്ഞു. तेल गरम हो गया. अभी सरसों डाल दें. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. सरसों फूटने के लिए शुरू किया. अभी दालचीनी डाल दें. നമുക്ക് പട്ട 2 പീസ് ഇട്ട് കൊടുക്കാം. वो भी ഫ്രൈ करना है. നല്ലതായിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ अदरक डाल दें. ഫ്രൈ करना है. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി. കൂടെ തന്നെ പച്ചമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. हरी मिर्च लिया है 7, वो भी डालेंगे. हरी मिर्च स्प्लिट करके डाला है. പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കൂടെ കരിയാപ്പത്ത ഡാലിട്ട് നമുക്കിത് കരിയാപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാം. थोड़ा से फ्राई करना है अदरक, करिया पत्ता और हरी मिर्च. अभी डालना है प्याज. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. प्याज डाल दे. वो भी डाल के फ्राई करना है. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നമക്ക് भी डाल के अच्छा से फ्राई करना है. നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് അടച്ചു വെക്കാം. लो फ्लेम में डाल के थोड़ा टाइम बंद करके रखेंगे. പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയെല്ലാം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ऐसा बॉईल करके रखा था अंडा छिलका निकाल देंगे. നമുക്ക് ഉള്ളി വഴന്നത് നോക്കാം. പ്യാജ് ഫ്രൈ हो गया. നമ്മുടെ ഉള്ളി നല്ല ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള മസാല ഇടാം. അതി മസാല डालना है. 1/2 ടീസ്പൂൺ മിർച്ച പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ധനിയ പൗഡർ, 1/2 ടീസ്പൂൺ ഹൽദി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിരുന്നു. ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഗോൾമിർച്ചി का പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. अच्छे से मिक्स करके फ्राई करना है. मसाला നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. मसाला अच्छे से फ्राई हो गया. अभी डालना है कोकोनट मिल्क. सेकंड वाला कोकोनट मिल्क अभी डाल दे. രണ്ടാം പാല് ഞാൻ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മസാലയ്ക്കകത്തിട്ട് अच्छे से बॉईल करना है. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. एक टमाटो छोटा छोटा काट के रखा है, वो भी इसमें डाल दें. ऐसे मिला दीजिएगा. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. अच्छे से बॉईल हो रहे. अभी फर्स्ट वाला कोकोनट मिल्क डाल रहे. നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ചൂടാകട്ടെ. अच्छे से गरम होना चाहिए. अच्छे से बॉईल होने के लिए शुरू किया. നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് നമുക്ക് എടുക്കാം. മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് अंडा निकाल के देखिए बीच में काट के रखता है. ऐसे काट के स्प्रेड करके रखता है. മുട്ട പുഴുങ്ങിയത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഞാൻ വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ അകത്തെ ഉണ്ണിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് കറിക്കകത്ത് ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആകും. एक हम अभी काट के रखता है क्योंकि ये अंडा का अंदर का टेस्ट आने से करी में अच्छा टेस्ट आ जाएगा. योग का टेस्ट आने से करी का फ्लेवर अलग हो जाएगा. एकदम बढ़िया टेस्ट आ जाएगा. इसलिए हम काट के रखता है. നല്ലതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ണിയുടെ ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് വരും. നമുക്കിതെല്ലാം കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാട്ട് के रखेंगे. നമുക്കിങ്ങനെ ഇതിൻ്റെ മേളിലോട്ട് ചെറുതായിട്ട്
ഇതിന് മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. मसाला इसका ऊपर में थोड़ा सा डाल दीजिएगा. लोग का करी रेडी हो गया. ഗ്യാസ് ഓഫ് करना है. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും പുട്ടിനും റൊട്ടിക്കും അപ്പത്തിനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി അപ്പം के लिए रोटी के लिए सबके लिए अच्छा लगेगा. सब लोग थोड़ा एक बार ट्राई करके देखिएगा तो आप लोग भूलेगा नहीं. इतना टेस्टी अच्छा करी है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.